Hi friends, welcome to my channel. ട്രഡീഷണൽ ആയിട്ടുള്ള കേരള സ്റ്റൈൽ മീൻ പൊള്ളിച്ചത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നല്ല നാടൻ രീതിയിൽ വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത മീൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ഒരു മീൻ പൊള്ളിച്ചത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നോട് ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വാഴയിലയിൽ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് മീൻ പൊള്ളിച്ചെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ മീൻ പൊള്ളിക്കാനായിട്ട് ഞാൻ ഒരു വലിയ ശേരി മീനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ട്രഡീഷണലായിട്ട് ആവോലിയും കരിമീനൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി മീൻ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ പുളിക്കായിട്ട് ഒരല്പം വിനെഗർ, അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരല്പം നനവ് കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മീനിലോട്ടുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുക കറക്കുകയോ ചെയ്യാം. ഇനിയൊരു മസാല മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മീനിൽ മസാല തേക്കുമ്പോൾ എല്ലാ വശത്തോട്ടും നല്ല രീതിയിൽ ആവുന്ന തരത്തിലായിരിക്കണം മസാല തേച്ച് കൊടുക്കേണ്ടത്. അതുപോലെ മീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ മീൻ നന്നായി മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരമണിക്കൂർ മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ മീൻ പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ള ഒരു നാടൻ രീതിയിലുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു മിക്സിയിലെ ചെറിയ ജാറിലോട്ട് 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അധികം ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ഒരു 6-7 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത്, 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടാനായിട്ട് പാടില്ല, കുറച്ചേ ചേർക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കരുത്. നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് അരച്ച് പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം മീൻ നന്നായിട്ട് മസാല തേക്കാനായിട്ട് വെച്ചതായിരുന്നു. കുറച്ചധികം നേരം വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. മീനിൽ നന്നായി മസാല പിടിച്ചു കഴിഞ്ഞാൽ പൊള്ളിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടൊരു ചൂടായ പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീൻ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ മീൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല. ഒരു 1/4 വേവിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഇത് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുക്കായി കിട്ടും. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് മീൻ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ മീൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീനിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ എണ്ണയിലാണ് ഞാൻ മസാല റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു എണ്ണയിൽ മീനിൻ്റെ നല്ല ഫ്ലേവറുള്ളതുകൊണ്ട് ഇതിൽ മസാല റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു എണ്ണയിലോട്ട് 3 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളി നല്ല സോഫ്റ്റായിട്ട് കളറൊക്കെ നല്ല മാറി എണ്ണയിൽ കിടന്ന് നല്ല മൂത്ത് വരണം. ആ ഒരു പാകം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഒരു മസാലയുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പില്ലേ എന്നൊക്കെ നോക്കുക. എന്നിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മസാല 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ 2 തക്കാളി ഇതുപോലെ പൊടിയാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ തക്കാളി നമ്മൾ എപ്പോഴും മസാലയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടണം, എന്നാലും മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു സമയത്തായിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മീൻ പൊള്ളിച്ചെടുക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി വാഴയിലയിൽ മീൻ സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു വാഴയില എടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഫസ്റ്റ് ലെയറായിട്ട് ഇതിലോട്ട് ഒരല്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് മസാല ചേർത്ത് കൊടുക്കരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മസാല മീനിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഒരു മീനിൻ്റെ ഉൾവശത്തോടെ ഞാൻ കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല ഉള്ളിലോട്ട് ആക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മീൻ പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മീനിൽ ഒരുപാട് മസാല പൊതിയരുത്, കുറച്ച് മാത്രം മസാല പുറത്ത് പൊതിഞ്ഞ് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 3-4 തക്കാളിയും അതുപോലെ ഉള്ളിയും സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഓപ്ഷനിലാണ്, പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ടൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഈ വാഴയില നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെട്ടി കൊടുക്കുമ്പോൾ വാഴനാരില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാ നൂല് എടുത്തിട്ട് കെട്ടി കൊടുത്താലും മതിയാവും. അപ്പോൾ മീൻ നന്നായിട്ട് വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. ഇനി ഒരു ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയിലാണ് ഞാൻ മീൻ പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇല അടുക്കി പിടിക്കാതിരിക്കാനാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ച് സ്റ്റിഫായിട്ടുള്ള ടൈപ്പാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് അടച്ച് വെക്കാതെ തന്നെ കുക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 വശവും നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല നാടൻ രീതിയിൽ വാഴയിലയിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ആ ഒരു മുകളിൽ വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ആ ഒരു മസാലയിൽ മിക്സായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു മീൻ പൊള്ളിച്ചത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് സെക്കൻഡ് എന്തായാലും അറിയിക്കണം. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കുക. എന്നിട്ട് ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഉണ്ട്, അതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.